മൈക്കിൾ ജാക്സൺ എന്ന വിസ്മയം മൺമറഞ്ഞിട്ട് 17 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് ലോകം ആ താളത്തിനൊപ്പം ചുവടുവെക്കുകയാണ്. സിനിമ റിലീസ് എങ്ങനെയാണ് ഒരു ഇതിഹാസ താരത്തെ വീണ്ടും സിംഹാസനത്തിലിരുത്തിയത് എന്നല്ലേ? മൈക്കിൾ ജാക്സന്റെ ഈ അവിശ്വസനീയമായ കഥ പതിറ്റാണ്ടുകൾക്ക് മുൻപ് മൂൺവാക്ക് ചെയ്ത് ലോകത്തെ വിസ്മയിപ്പിച്ച ആ രൂപം 2026 സ്മാർട്ട് ഫോൺ സ്ക്രീനുകളിൽ വിരൽത്തുമ്പിലെ മാതൃകതയായി പടരുകയാണ്. മൈക്കിൾ ജാക്സന്റെ ജീവിതം പറയുന്ന മൈക്കിൾ എന്ന ബയോപിക് തിയേറ്ററുകളിൽ എത്തിയതോടെ സംഗീത ലോകത്ത് വീണ്ടും ആസ്വദിക്കുകയാണ് ആ ഗാനം. ഡേറ്റ അനാലിസ്റ്റ് ഏജൻസിയായ ക്രോപ്പ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റാങ്കിംഗ് പ്രകാരം ഇന്നത്തെ യുവതാരങ്ങളെ നിഷ്പ്രഭരാക്കി MJ ഒന്നാമതെത്തിയിരിക്കുകയാണ്. മൈക്കിൾ ജാക്സൺ 1-ാം സ്ഥാനത്തും ജസ്റ്റിൻ ബീബർ 2-ാം സ്ഥാനത്തും BTS 3-ാം സ്ഥാനവും പിടിച്ചിരിക്കുകയാണ്. ആപ്പിൾ മ്യൂസിക്, ഐട്യൂൺസ്, യൂട്യൂബ് തുടങ്ങിയ ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമുകളിലും ഒന്നാമൻ മൈക്കിൾ തന്നെ. സിനിമ കണ്ടവർ നേരെ പോകുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്കാണ്. നന്നായി നിർമ്മിക്കപ്പെട്ട ഒരു ബയോപിക്കിന് ഒരു കലാകാരന്റെ പാരമ്പര്യത്തെ പുതിയ തലമുറയിലേക്ക് കൈമാറാൻ സാധിക്കുമെന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. യഥാർത്ഥ സംഗീതം കലാതീതമാണ്. സാങ്കേതികവിദ്യ മാറിയാലും സിഡികളിൽ നിന്ന് സ്ട്രീമിംഗിലേക്ക് മാറിയാലും കിങ് ഓഫ് പോപ്പ് എന്നും രാജാവായി തന്നെ തുടരും. ഇതിനിടെ മൈക്കിൾ ജാക്സൺ മരിച്ചിട്ടില്ലെന്നും ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും ഒരു വിഭാഗം ആരാധകർ വിശ്വസിക്കുന്നുണ്ട്. അതിനുള്ള കാരണങ്ങളും അവർ നിരത്തുന്നുണ്ട്. എന്നാൽ ഇത്രയും പേരും പ്രശസ്തിയും സുഖ സൗകര്യങ്ങളുമുള്ള ആൾ എന്തിനെ രഹസ്യമായി മാറി താമസിക്കണം എന്നതും ഒരു ചോദ്യചിഹ്നമാവുന്നു. എന്നിരുന്നാലും മരിക്കാത്ത ഓർമ്മകളുമായി MJ വീണ്ടും ഒന്നാമതെത്തുമ്പോൾ അത് കേവലം ഒരു വാർത്തയല്ല, മറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ പെർഫോമർക്കുള്ള ആദരവ് കൂടിയാണ്. മൈക്കിൾ ജാക്സൺ മരിക്കുന്നില്ല, അദ്ദേഹം സംഗീതമായി പുനർജനിച്ചുകൊണ്ടേയിരിക്കുന്നു.